ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നബിദിനത്തിൻ്റെ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് നമ്മൾ നബിദിനത്തിൻ്റെ തലേ ദിവസം പള്ളിയിലും മദ്രസയിലും ഡെക്കറേഷൻ ചെയ്തതാണ്. വയ്യോരങ്ങളിലെല്ലാം നല്ല രീതിയിൽ ഡെക്കറേഷൻ ചെയ്ത കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും മുഴുവനായി കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമ്മൾ നബിദിനത്തിന് രാവിലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ നബിദിനത്തിന് ഇടാനുള്ള ഡ്രസ്സാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതെല്ലാമാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നബിദിനത്തിന് വേണ്ടിയിട്ട്. അപ്പം ഇനി ഇതെല്ലാം ഇട്ട് നമ്മൾ ഒരുങ്ങി വന്ന് കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ അനിയൻ ഒരുങ്ങിയാണ്, കുളിച്ച് മാറ്റി രാവിലെ തന്നെ ഒരുങ്ങുകയാണ്. നമുക്ക് 7 മണിക്കാണ് ജാഥ പറഞ്ഞിട്ടുള്ളത്. മറ്റ് 8 മണിയായിരുന്നു ജാഥ തുടങ്ങാൻ വേണ്ടി കേട്ടോ. അങ്ങനെ നമ്മളെ പുതിയ കുപ്പായം ചെരുപ്പെല്ലാം ഇട്ട് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ജാഥയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ജാഥയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജാഥയ്ക്ക് പോയിട്ടാകുമ്പോൾ എല്ലാവരും അവിടെ കൂട്ടം കൂട്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ എടുക്കുമ്പോൾ ആളുകളെല്ലാം നോക്കി തിരിച്ചു. പിന്നെ അവിടെ ഭയങ്കര ദഫും സ്കൗട്ടെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ യുവാക്കളുടെ സ്കൗട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളെ ചെറിയ സ്കൗട്ട് ഫ്ലവർ സ്കൗട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ പതാകെല്ലാം ഉയർത്തി ദഫെല്ലാം കളിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ദഫ് കളിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ ഇപ്പോൾ കാണുന്നത്. പിന്നെ അതിൻ്റെ മുമ്പിലായിട്ട് നമ്മളെ യുവാക്കളുടെ സ്കൗട്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കിലായിരുന്നു നമ്മളെടുത്തത്. അപ്പോൾ കുറച്ച് വീഡിയോ എല്ലാം എൻ്റെ അനിയനെടുത്തതാണ്, അപ്പോൾ കുറച്ച് വീഡിയോ എല്ലാം ഞാൻ എടുത്തതാണ്. അപ്പം നമ്മളെ നാട്ടിലത്തെ ജാതിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പകുതിയിൽ നിന്ന് മടങ്ങുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് എടുത്തിട്ടാണ് നിങ്ങളെ ബോറാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് ക്ലിപ്സാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഫ്ലവർ സ്കൗട്ടിൻ്റെ കുട്ടികളെല്ലാം കളിച്ചുകൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നടന്നുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിനെ നിയന്ത്രിക്കാൻ അതിൻ്റെ ലീഡറും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ ദഫും കളിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അതിൻ്റെയും ലീഡറാണ് കാണിച്ചു കൊടുത്ത് നന്നായി കളിക്കുമായിരുന്നു. ഇതിൽ നമുക്ക് ഒറിജിനൽ സൗണ്ടൊന്നും ഇതിൽ കൊടുക്കാൻ പറ്റില്ല കേട്ടോ, കോപ്പിറൈറ്റ് ആകുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ക്ഷമിക്കുക. പിന്നെ നമ്മൾ നേരെ മൗവലിലേക്കായിരുന്നു പോയിരുന്നത്. അതിൻ്റെ മൗവലിന് ഹദ്ദാദിലേക്ക് വന്നു. ഹദ്ദാദിൽ നിന്ന് ബേക്കൽ മുഖാമിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുറേ സമയം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മെല്ലെയാണ് നമ്മൾ ജാഥ എണ്ണിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഓരോരോ സ്ഥലത്തു നിന്ന് നമുക്ക് ജ്യൂസെല്ലാം കിട്ടാറുണ്ട്, ജ്യൂസ് പലഹാരം ഐറ്റംസ് എല്ലാം. പിന്നെ നമ്മൾ കിളിരിയാൽ നല്ല ഡെക്കറേഷൻ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കിളിരിയാൽ അവിടെ നിന്ന് ജ്യൂസെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന ഇടയിൽ തന്നെ വേറൊരു സ്ഥലത്തെ ബിലാൽ നഗറിലത്തെ ജാതിയും പോകുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഒരു സ്കൗട്ടും ദഫലാണ് ഇപ്പോൾ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അവിടുത്തെ. പിന്നെ അവിടുത്തെ തന്നെ മർഹബ യാ അഹ്ലൻ വസഹ്ല എന്ന് പറഞ്ഞ ഒരു ബോർഡെല്ലാം കിളിരാനകറാനിട്ട് എല്ലാവരും വെൽക്കം ചെയ്യുകയാണ് കേട്ടോ. ഇത് അറബി ഭാഷയിലാണ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ അലിക്കുട്ടൻ എൻ്റെ അനിയൻ ഫ്ലാഗെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നബിദിനത്തിന്. അങ്ങനെ ഫ്ലാഗെല്ലാം പിടിച്ചിട്ടാണ് അവന് റാലിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൻഷീന് ഇതിനായി കുറേ സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അതിനിടയിൽ കുറച്ച് ദഫെല്ലാം പോകുന്നുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ദഫ് ടീം. പിന്നെ നമ്മൾ ഇല്ലാസിലെത്തിയപ്പോൾ അവിടെ ജ്യൂസെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസെല്ലാം വാങ്ങി കുടിച്ചു. നല്ല വെയിലെല്ലാം ഉണ്ടായതുകൊണ്ട് നല്ല ദാഹെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിലും നമ്മളെ ജാതി ഉണ്ടായിരുന്നു കേട്ടോ, വേറൊരു സ്ഥലത്തെ ജാതി ആയിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്നിടത്തെല്ലാം ജാഥകളെ കണ്ടുകൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബാക്കിലെത്തിയിട്ടാകുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഒരു പീടിൻ്റെ സൈഡിൽ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ദഫ് ടീമെല്ലാം നന്ന മഴയ്ക്ക് തന്നെ കളിക്കുകയായിരുന്നു കേട്ടോ. ദഫുമെല്ലാം മഴയ്ക്ക് തന്നെ കളിക്കുകയുണ്ടായിരുന്നു. പിന്നെ മഴ പോയിട്ടാകുമ്പോൾ നമ്മൾ ബാക്കിലത്ത് നിന്ന് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ മഴയെല്ലാം പോയി എന്നിട്ടാകുമ്പോൾ നമ്മളെ ഫ്ലവർ ടീമെല്ലാം നന്നായി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബേക്കൽ മഖാമിലേക്കാണ് പോകുന്നത്. അങ്ങനെ മഖാമിലേക്ക് എത്താനായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നടന്നു പോവുകയാണ്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ ഡെക്കറേഷൻ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബേക്കൽ മഖാമിലേക്ക് എത്തി. അവിടെ എത്തിയിട്ട് ഖത്തീബ് ഉസ്താദ് ദുആയായിരുന്നു കേട്ടോ മഖാമിൽ വെച്ചിട്ട്. അങ്ങനെ നമ്മളുടെ പുറത്തിരുന്നു കുറച്ച് വിശ്രമിച്ചിട്ടോ. അപ്പോൾ ഇത് നമ്മളെ നബിദിനത്തിൻ്റെ പാർട്ട് 2 ആണ്. ഇന്നലെ ഇട്ട നബിദിനത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്.
അപ്പോൾ നമ്മൾ മകാമിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് സ്കൗട്ടെല്ലാം വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ദഫ് ടീമെല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ബാക്കിലെത്തിയിട്ടാകുമ്പോൾ ഭയങ്കര രീതിയിൽ അതിമനോഹരമായി ഫ്ലവർ സ്കൗട്ടും ദഫും എല്ലാ സ്കൗട്ടും നല്ല മനോഹരമായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ജാഥ എല്ലാം മദ്രസയിലേക്ക് എത്തി. മദ്രസയിൽ നിന്നും കളിപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ദഫും ഫ്ലവർ സ്കൗട്ടാണ് കേട്ടോ. അങ്ങനെ അവർ കളിക്കുന്ന കാഴ്ചകളെല്ലാം ഇങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ അവർ റിഹേഴ്സലാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ നന്നായിട്ട് കളിക്കുകയുണ്ടായി. പിന്നെ ജാഥെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റേജെല്ലാം നല്ല ഡെക്കറേഷനെല്ലാം ചെയ്ത കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഒരു 3 മണിയാണ്, ഉച്ച കഴിഞ്ഞ സമയമാണ്. അപ്പോൾ നമുക്ക് 4 മണിക്ക് പരിപാടിയെല്ലാം തുടങ്ങിയാണ്. അന്നേ ദിവസം തന്നെയാണ് പരിപാടിയെല്ലാം ഉണ്ടാകുന്നത്. 2 ദിവസത്തെ പരിപാടിയാണ് നമ്മളെ മദ്രസയിൽ വെച്ചിട്ട് നടക്കുന്നത് കേട്ടോ. അപ്പോൾ രാത്രിയായി. അപ്പോൾ രാത്രിയുടെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ പരിപാടി അസ്തറിനാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രിയാകുമ്പോൾ നമ്മളെ ചോക്ലേറ്റ് ഫൗണ്ടനും പോപ്കോണെല്ലാം വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് കുട്ടികൾ തന്നെ ഭയങ്കരത്തിൽ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര തിരക്കാണെങ്കിൽ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഇതിന് 2-3 സ്പോൺസർ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെല്ലാം ഭയങ്കര തിരക്ക്, എല്ലാവരും നൂണ് വാരുകയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ആദ്യ ദിവസം തന്നെ എൻ്റെ അനിയൻ്റെ ഗ്രൂപ്പ് സോങ് പരിപാടി ഉണ്ടായിരുന്നു. അനിയൻ 1ാം ക്ലാസ്സിലാണ്, അതുകൊണ്ട് വലിയ പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ ചെറിയ പ്രോഗ്രാമാണ് ഉണ്ടായിരുന്നത്. അവന് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ ഫ്ലവർ ഷോ ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഫ്ലവർ ഷോയിൽ സ്റ്റേജിലേക്ക് കയറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അനിയനും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേജിൽ കയറി വരിയായി അവർ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെ മദ്രസയിലുള്ള പെൺകുട്ടികളാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഫ്ലവർ ഷോക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അവർക്ക് പഠിപ്പിച്ചതുപോലെ നൃത്തം മനോഹരമായിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം അവിടെ താഴെയുള്ളവരെല്ലാം കളിക്കുമായിരുന്നു. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ കാഴ്ചയാണ്. പിറ്റേ ദിവസം വേറൊരു ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് 2ാമത്തെ ദിവസത്തെ കാഴ്ചകളാണ്. അന്ന് അവിടെ ഭയങ്കര ആളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 1ാം ദിവസം നല്ല ഫുഡെല്ലാം ഉണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളെ ബുർദ ആൻഡ് മാഷപ്സ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. മാഷപ്പ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കവാലി. പിന്നെ 2ാം ദിവസം അവർക്കുള്ള സമ്മാനം, മത്സര വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനമെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൈക്കിള്, കുക്കർ, അമ്മി, മിക്സി എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ കാഴ്ചകൾ. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബായ്. അങ്ങനെ എൻ്റെ അനിയനെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു സമ്മാനങ്ങൾ.